പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി യുഎസും ഇറാനും തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ച ഈ ആഴ്ച പാകിസ്ഥാനിൽ നടക്കുമെന്ന് സൂചന. ഈ മാസം 21-ന് വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയത്. ഇരു രാജ്യങ്ങളുമായും മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ ആശയവിനിമയം തുടരുകയാണ്. അതേസമയം അമേരിക്കയുടെ ഉപരോധം മറികടന്ന് ചൈനയുടെ എണ്ണക്കപ്പൽ ഹോർമൂസ് പിന്നിട്ടു. എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, ആദ്യ ചർച്ച പരാജയമെന്നതിന്റെ ആശങ്കയുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വീണ്ടും ചർച്ചകൾ നടക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷ ഉയർത്തുന്ന കാര്യമാണ്. എത്രത്തോളം പ്രതീക്ഷ വെക്കാം? തീർച്ചയായും സുധി, ഈ മാസം 10-12 തീയതികളിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും ചർച്ചകൾക്ക് സാധ്യത തെളിയുന്നത്. ഈ മാസം 21-ന് ഈ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ചർച്ച നടക്കുമെന്നാണ് സൂചന. ഈ ആഴ്ച തന്നെ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളുമായി പാകിസ്ഥാൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. സമവായത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് US-ഉം അതുപോലെ തന്നെ ഇറാനും പാകിസ്ഥാനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും ഈ ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്തിയേക്കുമെന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്ക്, ഇറാന്റെ ആണവ പദ്ധതി, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളിലാണ് തീരുമാനമാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ട ചർച്ച ഏറെ നിർണായകമാണ്. അതേസമയം ഹോർമൂസിൽ ശക്തമായ ഉപരോധം ഇപ്പോഴും അമേരിക്ക തുടരുകയാണ്. എന്നാൽ ഈ ഉപരോധങ്ങളെ മറികടന്ന് ചൈനീസ് ബന്ധമുള്ള റിച്ച് സ്റ്റാറി എന്ന കപ്പൽ ഈ ഹോർമൂസ് കടലിലൂടെ പുറത്ത് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ അമേരിക്ക പറയുന്നത് ഒരു കപ്പലുകളും ഹോർമൂസ് കടലിലേക്ക് കടന്നു പോയിട്ടില്ല, പല കപ്പലുകളെയും തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നാണ് അമേരിക്ക ഇപ്പോഴും പറയുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ ഉപരോധം മൂലം ഇറാന് പ്രതിദിനം $434 ദശലക്ഷം സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. $276 ദശലക്ഷം കയറ്റുമതി നഷ്ടം ഉൾപ്പെടെയുള്ള നടപടി ഇറാനിലെ ഇന്ധന ഭക്ഷ്യവസ്തുക്കളുടെ നീക്കത്തെ ബാധിക്കുകയും ഒപ്പം തന്നെ വിലക്കയറ്റം രൂക്ഷമാക്കുകയും ചെയ്യുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ഇനി നടക്കാനിരിക്കുന്ന ചർച്ച അധികം വൈകാതെ തന്നെ ചർച്ച നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ പറയുന്നത്. ശരി, എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.